ഇനി അന്തർദേശീയ വാർത്തകളിലേക്കാണ് പോകുന്നത്. ഗസയിൽ വെടിനിർത്തലിനുള്ള ഹമാസിന്റെ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞു. ശാശ്വതമായി ഗസയിൽ വെടിനിർത്താൻ കഴിയില്ലെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ തേടി പി ജെയിംസ് നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ് ഹായ് ഹായ്. 4 ഹായും പറഞ്ഞിട്ടുണ്ട്. ഇനി ഹായുടെ ഒരു കുറവുകൊണ്ട് വിദേശ വാർത്തയുടെ കരുത്ത് ചോരണ്ട. ഓക്കെ, പറയൂ ജെയിംസ്, നമ്മുടെ പശ്ചിമേഷ്യയിലെ കാര്യം. ഇസ്രായേൽ ഹമാസ് യുദ്ധം 5 മാസം കഴിഞ്ഞിട്ടും അത് അവസാനിക്കാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ മണിക്കൂറുകളിൽ വരുന്ന ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന വാർത്ത, ഇത് വെടിനിർത്തലിനുള്ള ഹമാസിൻ്റെ പുതിയ പദ്ധതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഹമാസിൻ്റെ നിർദ്ദേശം തന്നെ ഇച്ചിരി കടുപ്പമാണെന്ന് ഈജിപ്തും ഖത്തറും അഭിപ്രായപ്പെട്ടിരുന്നു നേരത്തെ. കാരണം പ്രത്യേകിച്ച് ശാശ്വതമായി വെടിനിർത്തൽ വേണമെന്നും ഇസ്രായേൽ സേന പൂർണ്ണമായി ഗസയിൽ നിന്ന് പിൻവാങ്ങണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. ഘട്ടം ഘട്ടമായിട്ടുള്ളതിനൊന്നും തയ്യാറല്ലാത്ത രീതിയിലുള്ള ഒരു പദ്ധതിയാണ് അവർ സമർപ്പിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് തള്ളിക്കളയുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇസ്രായേൽ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് റഫയിൽ. ഇനി ആ റഫ കൂടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രാപ്യമല്ലാത്തത്. റഫയിൽ 15 ലക്ഷം അഭയാർത്ഥികളുണ്ട്. അവിടെ 15 ലക്ഷം പേർക്ക് നേരെ ബോംബാക്രമണവും അപ്പോൾ തന്നെ കരയുദ്ധവും നടക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭയാനകമായിട്ട് തോന്നുന്നു. ഇപ്പോൾ തന്നെ 31,500ഓളം പേർ കൊല്ലപ്പെട്ട് കഴിഞ്ഞു 5 മാസത്തിനിടയിൽ. ഈ റഫയിൽ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ വല്ലാത്ത രീതിയിലുള്ള മരണസംഖ്യ ഉണ്ടാവുമെന്ന് അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, 60ഓളം അറബ് രാജ്യങ്ങൾ ലോകമെമ്പാടും പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ വഴങ്ങുന്നില്ല. ഇസ്രായേൽ പറയുന്നത് ഈ സിവിലിയൻസിനെ, സാധാരണക്കാരെ ഒഴിപ്പിച്ച് അവിടെ ആക്രമണം നടത്താൻ കഴിയുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുകയാണ്. ഇസ്രായേലിൽ വലിയ പ്രതിഷേധമുണ്ട്. അദ്ദേഹം രാജിവെച്ച് പോകണം. കാരണം ബന്ദികളെ 5 മാസം കഴിഞ്ഞിട്ടും പകുതിയോളം ബന്ദികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. വല്ലാത്ത അവസ്ഥയിലാണ് ബന്ദികൾ കഴിയുന്നതെന്ന് നേരത്തെ മോചിപ്പിക്കപ്പെട്ടവർ പറയുന്നു. വലിയ രീതിയിലുള്ള ക്രൂരമായ പീഡനമാണ്. ഒപ്പം തന്നെ ഒരുപാട് പേരെ ഉപദ്രവിച്ചതിൻ്റെയൊക്കെ കഥകൾ പുറത്തു വരുന്നു. പലരും ലണ്ടനിൽ BBC അടക്കമുള്ളവർക്ക് കൊടുത്ത ചാനലുകളിൽ ഇൻ്റർവ്യൂ ഒക്കെ ഭയാനകമാണ്. അതുകൊണ്ട് തന്നെ എത്ര പേർ ഇനി ബന്ദികളിൽ, ഇസ്രായേലി ബന്ദികൾ ജീവിച്ചിരിക്കുന്നു എന്നറിയില്ല. എന്തായാലും ഇസ്രായേൽ 100ലേറെ ബന്ദികൾക്ക് വേണ്ടി ആയിരങ്ങളെ കൊന്നൊടുക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. റമദാൻ മാസമാണ്, പട്ടിണിയാണ് അവിടെ, പലയിടത്തും ഭക്ഷണമില്ല. ആകെ ഒരു ആശ്വാസം SKN 200 ടൺ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് സൈപ്രസ് വഴി ഒരു സ്പാനിഷ് കപ്പലെത്തിയിരിക്കുന്നു. അമേരിക്കയിലെ ചാരിറ്റി സംഘടനയായ വേൾഡ് കിച്ചനാണ് അതിനൊന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പിന്നെ UAEയുടെയും അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങളുടെയും പിന്തുണ അതിനുണ്ട്. 200 ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഗസയിൽ എത്തിയിരിക്കുന്നു. അത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത മാത്രമാണ് ആശ്വാസം. അത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ആവുന്നുള്ളൂ. ഇനിയും ധാരാളം ഭക്ഷണം എത്തേണ്ടതുണ്ട്. 30 ട്രക്കുകൾ കടത്തിവിട്ടുവെന്ന് ഇസ്രായേൽ പറയുന്നു. ജെയിംസ്, ഈ റഷ്യയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടക്കുകയാണല്ലോ. അതിനിടയ്ക്ക് മോസ്കോയിലെ ഈ ബാലറ്റ് പെട്ടിയിൽ പച്ച പെയിന്റ് ഒഴിച്ചെന്ന് വാർത്ത വരുന്നു. അതുപോലെ ഈ റഷ്യൻ അധിനിവേശ ഉക്രൈനിൽ സ്ഫോടനം നടന്നെന്നും വാർത്ത വരുന്നു. മാത്രമല്ല, ഈ യുക്രൈനെ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവരിപ്പോൾ ഇലക്ഷൻ നടത്തേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ എന്നിട്ടും അവർ ആക്രമിച്ച് കയറി. SKN ഈ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പുടിൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന 5ാമത്തെ തെരഞ്ഞെടുപ്പാണ്. പക്ഷെ 4 തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധത്തിൽ ആക്രമണങ്ങളാണ് വ്യാപകമായിട്ട് റഷ്യയിലും നടക്കുന്നു. റഷ്യയുടെ അധിനിവേശ പ്രദേശമായ ഉക്രൈനിലെ കിഴക്കൻ ഉക്രൈനിലാണ് പ്രധാനമായിട്ട് ലുഹാൻസ്ക്, അതുപോലെ തന്നെ ഡോണറ്റ്സ്ക്, ഒഡേസയ്ക്ക് അടുത്തുള്ള കേഴ്സൺ നഗരത്തിലൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിൽ മോസ്കോയിൽ തന്നെ വലിയ പ്രതിഷേധവുമായിട്ട് അവിടുത്തെ ബാലറ്റ് പെട്ടികളിൽ പച്ച പെയിന്റ് ഒഴിക്കുന്ന അവസ്ഥയുണ്ടായി. അതിൻ്റെ പേരിൽ യുവതികളടക്കം ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ ജയിലിലിട്ട് കൊലപ്പെടുത്തി എന്ന് പുടിനെതിരെ ആരോപണം ഉന്നയിച്ച് യൂലിയ, അദ്ദേഹത്തിന് പ്രിയതമ്മ, രംഗത്ത് വന്ന സാഹചര്യത്തിൽ റഷ്യയിൽ വലിയ പ്രതിഷേധം നിലനിൽക്കുകയാണ്. ഒപ്പം തന്നെ ഉക്രൈനിൽ നിർബന്ധപൂർവം തെരഞ്ഞെടുപ്പ് നടത്താനുള്ള നീക്കത്തിനെതിരെ ഉക്രൈൻകാർ പ്രതിഷേധിക്കുന്നു. അവിടെ സ്ഫോടനം നടന്നു പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ. പ്രത്യേകിച്ച് കേഴ്സണിൽ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഉക്രൈനെ പിന്തുണച്ചുകൊണ്ടും പുടിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ എഴുതിയിടുന്നവരുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പുടിന് വല്ലാത്തൊരു പ്രതിഷേധം ബാലറ്റിൽ വരുന്നു. ഇതൊക്കെയാണെങ്കിലും പുടിൻ തന്നെയായിരിക്കും പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിന് എതിരെ മത്സരിക്കാവുന്ന പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സിനെ മുഴുവൻ ജയിലിലാക്കി. ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി അലക്സി നവൽനി തെരഞ്ഞെടുപ്പിന് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ ജയിലിൽ മരണമടഞ്ഞു. അത് കൊലപാതകമാണെന്ന് ലോകമെമ്പാടും പറയുന്നു. എന്തായാലും പുടിനൊരു കുലുക്കവുമില്ല. പുടിൻ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ SKN
ഒഡേസ എന്ന പ്രസിദ്ധമായിട്ടുള്ള ഉക്രൈൻ്റെ തീരദേശ നഗരത്തിൽ ഈ മണിക്കൂറുകളിൽ നടത്തിയ ബോംബിങ്ങിൽ മിസൈൽ ആക്രമണത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. അതിൽ വലിയൊരു വിചിത്രം എന്ന് പറയുന്ന SKN ബോംബിട്ട് ഒരു കെട്ടിടം തകരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പേര് കൊല്ലപ്പെടുന്നു. അവിടേക്ക് ആരോഗ്യ പ്രവർത്തകർ കുതിച്ചെത്തുന്നു, എമർജൻസി സേന അവർക്ക് മെഡിക്കൽ സഹായം കൊടുത്തുകൊണ്ടിരിക്കെ രണ്ടാമത്തെ ഒരു മിസൈൽ കൂടി അവിടെ വന്ന് പതിക്കുന്നു, ആരോഗ്യ പ്രവർത്തകർ മുഴുവൻ കൊല്ലപ്പെടുന്നു. SKN ജെയിംസ്, ഈ ചൈന ഒരു കിറാമുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നത് തലവേദന ഉണ്ടാക്കുകയാണല്ലോ ഇന്ത്യക്ക്. കാര്യം ഇന്ത്യയിലും പ്രധാനമന്ത്രി അരുണാചൽ പ്രദേശ് സന്ദർശനത്തിന് പിന്നാലെ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണെന്ന് അവർ പറയുന്നു. ഇന്ത്യ തീർച്ചയായിട്ടും പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണ് ചൈനയുടെ പുതിയ രാഷ്ട്രീയ നീക്കം? SKN പ്രത്യേകിച്ച് ഈ ചൈന ഇന്ത്യ അതിർത്തിയിൽ ഇന്ത്യ നടത്തുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചൈനയ്ക്ക് സഹിക്കുന്നില്ല. പ്രത്യേകിച്ച് ചൈനയാണ് ഇത് നടത്തിക്കൊണ്ടിരുന്നത്. അരുണാചൽ പ്രദേശത്തിൻ്റെ അടുത്തുവരെ അവർ ടിബറ്റിൽ നിന്നും മറ്റു പ്രദേശങ്ങളിലൊക്കെ റെയിൽവേ കൊണ്ടുവന്നു. അരുണാചൽ പ്രദേശിൻ്റെ അടുത്ത് ഗ്രാമങ്ങൾ നിർമ്മിച്ച് അവർ പറഞ്ഞത് ഞങ്ങളുടെ ആൾക്കാർക്ക് താമസിക്കാനാണ്, പക്ഷേ അവരെയൊക്കെ സൈന്യത്തെ കൊണ്ടുവന്നാണ് പാർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അരുണാചൽ പ്രദേശത്തിൻ്റെ അടുത്ത് വലിയ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. 15 അരുണാചൽ പ്രദേശിൽ ഇന്ത്യയുടെ വളരെ ഇൻ്റഗ്രൽ പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള അരുണാചൽ പ്രദേശിൻ്റെ പല നഗരങ്ങളുടെയും പേര് ചൈന മാറ്റി. അവർ സൗത്ത് ടിബറ്റ് എന്നാണ് അരുണാചൽ പ്രദേശിനെ വിളിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയി സലേം എന്ന വലിയ ടണൽ 13,000 അടി ഉയരത്തിലുള്ള വലിയ ടണൽ ഉദ്ഘാടനം ചെയ്താണ് ഇപ്പോഴത്തെ ചൈനയുടെ പ്രകോപനം. കാരണം സൈന്യവും അതുപോലെ തന്നെ സാമഗ്രികളൊക്കെ കൊണ്ടുപോകാനുള്ള വലിയൊരു വാതായനമാണ് തുറന്നിരിക്കുന്നത്. അത് ചൈനയ്ക്ക് പ്രാപ്യമല്ല. അതുകൊണ്ട് തന്നെ ചൈനയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത അസ്വസ്ഥതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചൈന ഔദ്യോഗികമായിട്ട് പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു ഇന്ത്യയോട്. ഇത് ഇന്ത്യയുടെ ഭാഗമല്ല, ഞങ്ങളുടെ ഭാഗമാണ്. വല്ലാത്ത വിചിത്രമായിട്ടുള്ള വാദമാണ്. അതേസമയം ഇന്ത്യയുടെ അവകാശപ്പെട്ട 38,000 സ്ക്വയർ കിലോമീറ്റർ അക്സായ് ചിൻ അടക്കമുള്ള ലഡാക്കിലെ പല മേഖലകളും ചൈന കൈയടക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ വല്ലാത്ത സാമ്രാജ്യത്വ മോഹവുമായിട്ടാണ് ചൈന മുന്നോട്ട് പോകുന്ന SKN. എന്ന് മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനീസ് ചാരക്കപ്പലയച്ച് നമ്മുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ നോക്കി. ബംഗാൾ ഉൾക്കടൽ നമ്മൾ അഗ്നി 5th വിക്ഷേപിച്ചപ്പോൾ അവിടെ ചെന്ന് ഇത് രഹസ്യങ്ങൾ ചോർത്താൻ ശ്രമിച്ചു. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ, ലഡാക്കിൽ, ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ എല്ലായിടത്തും വല്ലാത്ത അസ്വസ്ഥത സൃഷ്ടിക്കുകയാണ് ചൈന. പ്രത്യേകിച്ച് ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്, വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. താങ്ക് യു PP ജെയിംസ്. വിദേശ വാർത്തകളുമായി ഇതേ PP നാളെ ഇതേ പരിപാടിയിൽ വരും. ഇബ്രാഹിം കുട്ടി ഒരു സന്ദേശം പറഞ്ഞിരിക്കുന്നു, SKN ഈ മസ്റ്ററിങ് എന്ന് നടക്കും, എന്ന് നടന്നാലും അത് ഞങ്ങളെ അറിയിക്കണം. കാര്യം ഞങ്ങൾ ഈ 24 മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ മസ്റ്ററിങ് ശരിയായി കഴിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങളുടെ കാതുകളിലും കണ്ണുകളിലും ആ വാർത്ത എത്തും.